ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 മെയ് 3 ജെസ്സി വി ജോൺസൺ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ചീഫ് ഓഫ് സ്റ്റേഷൻ എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിൻ്റെ പ്രധാന കഥയെന്ന് പറയുന്നത് ബെൻ എന്ന് പറയുന്ന ഒരു CIA സ്റ്റേഷൻ ചീഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഫാറയുമായുള്ള ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് സിനിമയുടെ കഥ തുടങ്ങുന്നത്. ഫാറ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഏജൻ്റായിരുന്നു. തൻ്റെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ചേർന്ന് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തുകയാണ് ബോംബ് ബ്ലാസ്റ്റ് വഴി. അപ്പം 6 മാസം കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഭർത്താവ് ഈ ഇൻവെസ്റ്റിഗേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതാണോ അത് സാധാരണ ഒരു ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചതാണോ എന്ന് അന്വേഷിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഒരു സംഘം ചേർന്ന് തൻ്റെ പ്രവർത്തിക്കുന്ന CIA ഓഫീസേഴ്സ് തന്നെയാണ് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത്. കാരണം അവർ ഈ മാതൃരാജ്യത്തെ ഒറ്റുകയും തൻ്റെ ഭാര്യയുടെ കയ്യിൽ അവരുടെ ശക്തമായൊരു എവിഡൻസ് തൻ്റെ ഭാര്യയുടെ കൈപ്പക്കൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് തൻ്റെ ഭാര്യയെ കൊല്ലുന്നതെന്നും വ്യക്തമായി പറയുന്ന ഒരു കഥയാണ് ഈ സിനിമയുടെ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. ചീഫ് ഓഫ് സ്റ്റേഷനാണെന്ന് അത്യാവശ്യം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി തന്നെയാണ്. ഒരു അത്ര ഗംഭീരവുമല്ല എന്നാൽ അത്ര മോശമാണെന്ന് പറയാനും പറ്റത്തില്ല. ഒരു ഡീസൻറ്റ് ത്രില്ലർ സിനിമ, 1.5 മണിക്കൂർ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു നല്ല ഡീസൻറ്റ് സിനിമ. അത്യാവശ്യം ആക്ഷൻസ് ഉണ്ട്, തരക്കേടില്ലാത്ത നല്ല സ്റ്റോറി ഉണ്ട്, നല്ല ക്യാരക്ടേഴ്സും ഉണ്ട്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ചീഫ് ഓഫ് സ്റ്റേഷൻ എന്ന ചിത്രം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സിനിമ ആമസോൺ പ്രൈം വീഡിയോ വഴി റെൻറ്റഡ് ഫോർമാറ്റിലാണ് അവൈലബിളായി തുടങ്ങിയിട്ടുള്ളത്. അപ്പം എനിക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു മൂവി എന്ന് കൊള്ളുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡേഷൻ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ചീഫ് ഓഫ് സ്റ്റേഷൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.